ത്രിയേക ദൈവത്തിന് സ്തുതി. നോമ്പിൻ്റെ ഈ പുണ്യ നാളുകളിൽ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 7 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. യേശു കർത്താവിൻ്റെ ഇഹലോക വാസത്തിൻ്റെ അവസാന നാളുകളിൽ നടക്കുന്ന സംഭവം ആണ്. വിശുദ്ധ കുർബാന എന്ന രക്ഷാകരമായ അനുഭവത്തെപ്പറ്റി ഏറെ ഹൃദ്യമായി നമ്മോട് സംസാരിക്കുന്ന ഒരു വേദഭാഗമാണിത്. യേശു കർത്താവ് പെസഹ ആചരിക്കുവാനായിട്ട് ഒരുങ്ങുകയും അതിനായിട്ട് തന്നെ ഒരുക്കുകയും ശിഷ്യന്മാരെ ഒരുക്കുകയും ചെയ്യുന്നു. ചില ചിന്തകൾ ഒരുമിച്ച് പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായി, പഴമയുടെ നന്മയെ സ്വീകരിക്കുന്ന ക്രിസ്തു. പഴമയുടെ നന്മയെ സ്വീകരിക്കുന്ന ക്രിസ്തു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ എങ്ങനെയാണ് പെസഹ ആചരിക്കേണ്ടതെന്നും എന്തിനായിട്ടാണ് അത് ചെയ്യുന്നതെന്നും വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നു. ദൈവമായ കർത്താവ് ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നതിൻ്റെ ഉത്സവമായിട്ടാണ് പെസഹ ആചരിക്കുന്നത്. കട്ടിളക്കാലുകളിന്മേൽ കുഞ്ഞാടിൻ്റെ രക്തത്തെ പുരട്ടുകയും അത് സംഹാര ദൂതനിൽ നിന്ന് ആ ഇസ്രായേൽ ഭവനത്തെ രക്ഷിക്കുകയും ചെയ്യും എന്നുള്ളത് ആ വേദഭാഗത്ത് പറയുകയാണ്. യേശു കർത്താവ് പറയുന്നു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനായിട്ടല്ല, നിവർത്തിപ്പാനായിട്ടാണ് ഈ ലോകത്തിൽ വന്നത്. പഴയതെല്ലാം മോശമാണ് എന്ന് കരുതുന്ന ഒരു ലോകത്തിൽ പഴമയുടെ നന്മയെ സ്വീകരിക്കുവാൻ ഈ വേദഭാഗം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. രണ്ടാമതായി, വ്യക്തതയുള്ള കാഴ്ചകളിലേക്ക് ക്രിസ്തു ശിഷ്യരെ നയിക്കുകയാണ്. വ്യക്തതയുള്ള കാഴ്ചകളിലേക്ക് നയിക്കുന്ന ക്രിസ്തു. എവിടെയാണ് പെസഹ ഒരുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ വളരെ കൃത്യമായ ഉത്തരം യേശു കർത്താവ് നൽകുകയാണ്. നിങ്ങൾ പട്ടണത്തിൽ ചെല്ലണം, അവിടെ ഒരു കുടം വെള്ളം ചുമന്ന് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും, അവൻ്റെ പിന്നാലെ പോകണം. ആ ഭവനത്തിലെ വീട്ടുടമസ്ഥനോട് യേശു കർത്താവിൻ്റെ പെസഹ ആചരിക്കുവാനുള്ള സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാക്കണം. വിവിധ സംഭവങ്ങൾ കാണുവാനും അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനും യേശു കർത്താവ് ശിഷ്യന്മാരെ ആഹ്വാനം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ കണ്ണിൻ മുൻപിൽ വരുന്ന കാഴ്ചകളെല്ലാം തന്നെ നാം ശ്രദ്ധിക്കണം എന്നില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാഴ്ചകളെ വ്യക്തതയുള്ള കാഴ്ചകളിലേക്ക് നയിക്കുന്ന ക്രിസ്തു നമ്മോട് കൂടെയുണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ആ ശിഷ്യന്മാർ പോയി പെസഹ ഒരുക്കുന്നു. മൂന്നാമതായിട്ട്, പുതിയ നിയമത്തെ സ്ഥാപിക്കുന്ന ക്രിസ്തു. യേശു കർത്താവ് മാളിക മുറിയിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തതിന് ശേഷം പറയുന്നു, ഇതെൻ്റെ ശരീരം ആണ്. മുന്തിരി രസം എടുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്തതിന് ശേഷം പറയുന്നു, ഇതെൻ്റെ രക്തം ആണ്. പുതിയ നിയമത്തെ സ്ഥാപിക്കുന്ന ക്രിസ്തു. എന്നിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, ഇനി ഞാൻ ഈ ലോകത്തിലേക്ക് നിങ്ങളെ ചേർക്കാൻ വരുമ്പോഴല്ലാതെ മുന്തിരി രസത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ കുടിക്കുകയില്ല. പുതിയൊരു അനുഭവത്തെ, പുതിയൊരു നിയമത്തെ സ്ഥാപിക്കുന്ന ക്രിസ്തുവിനെയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. 3 ചിന്തകൾ ഒരുമിച്ച് പങ്കുവയ്ക്കുവാനായിട്ടാണ് ആഗ്രഹിച്ചത്. ഒന്നാമതായി, പഴമയുടെ നന്മയെ ഉൾക്കൊള്ളുന്ന ക്രിസ്തു. പഴമയുടെ നന്മയെ സ്വീകരിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായിട്ട് തീരണം. രണ്ടാമതായിട്ട്, വ്യക്തതയുള്ള കാഴ്ചകളിലേക്ക് നയിക്കുന്ന ക്രിസ്തു. യേശു കർത്താവ് നമ്മെ വ്യക്തതയുള്ള കാഴ്ചകളിലേക്ക് നയിക്കുന്നവനാണ്. മൂന്നാമതായിട്ട്, പുതിയ നിയമത്തെ സ്ഥാപിക്കുന്ന ക്രിസ്തു. ഓരോ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോഴും ഇത് കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാണെന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാകണം. അങ്ങനെ ക്രിസ്തുവിനോട് ചേരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായിട്ട് തീരണം. ഏറെ അനുഗ്രഹകരമായി നോമ്പുകാലം അതിന് നമ്മെ ഇടയാക്കട്ടെ. അതിന് സർവശക്തനായ ദൈവം നമ്മെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.